നാടകീയ സംഭവങ്ങളാണ് ഇന്നത്തെ മത്സരത്തിൽ അരങ്ങേറിയത്. കോഹ്ലിയും ഷക്കീബും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ ഒരു സംഭവത്തെ പറ്റി ഷക്കീബ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാമത്തെ ടെസ്റ്റ് അവസാനിക്കാറായി. നാളെ ഉച്ചയോടെ ടെസ്റ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇന്ത്യക്ക് നിശ്ചയിക്കാൻ 100 റൺസ് മാത്രം മതി. പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ അധികം വിക്കറ്റില്ല. അതും ഒരു പോരായ്മയാണ്. ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി 1 റൺസ് എടുത്ത് ഔട്ടായിരുന്നു. പിന്നീട് കോഹ്ലി മടങ്ങിപ്പോകുമ്പോൾ ബംഗ്ലാദേശ് താരങ്ങൾ കോഹ്ലി ചൊറിഞ്ഞു. എന്നാൽ കോഹ്ലി ശാന്തരായിരുന്നില്ല, തിരിച്ചേ വന്ന് പ്രതികരിച്ചു. ഇതോടെ ഗ്രൗണ്ടിലാകെ പ്രശ്നമായി. തുടർന്ന് അമ്പയർ താരത്തെ മാറ്റുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഷക്കീബ് കോഹ്ലിയോട് കൊമ്പ് കോർക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇന്നത്തെ കളി കഴിഞ്ഞ് ഷക്കീബ് ഈ ഒരു സംഭവത്തെ പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഷക്കീബിന്റെ വാക്കുകൾ ഇങ്ങനെ: ശരിക്കും ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്. കോഹ്ലിയെ ഞങ്ങൾ അനാവശ്യമായിട്ട് പ്രകോപിപ്പിക്കാൻ നോക്കി. ഞങ്ങളുടെ താരങ്ങൾ മോശം വാക്കുകൾ ഉപയോഗിച്ചു. അതിന്റെ ദേഷ്യത്തിലാണ് കോഹ്ലി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. കോഹ്ലിയോട് ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ കോഹ്ലി ശാന്തനായിരുന്നില്ല. ഞങ്ങൾ ബാറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യൻ താരങ്ങൾ ഞങ്ങളെ സ്ലഡ് ചെയ്തിട്ടുണ്ട്. ഒരു മത്സരമാകുമ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ടാകും. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് ഷക്കീബ് വ്യക്തമാക്കി. ബംഗ്ലാദേശ് താരങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ്. അവരുടെ പെരുമാറ്റം വളരെ മോശമാണ്. വേറെ ഒരു ടീമും ഇത്ര പ്രശ്നമില്ല. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിലും ബംഗ്ലാദേശ് ഇന്ത്യയോട് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അവരെപ്പോഴും അവരുടെ തനി സ്വഭാവം പുറത്തു കാട്ടും. കോഹ്ലിയോട് ഇന്ന് ബംഗ്ലാദേശ് താരങ്ങൾ ചെയ്തത് വളരെ മോശമായ പെരുമാറ്റമാണ്. ഒരു വിക്കറ്റ് നേടിയാൽ സെലിബ്രേഷൻ നടത്താം, പക്ഷേ ഇതുപോലെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് തെറ്റാണ്. കോഹ്ലിയുടെ സ്ഥാനത്ത് രാഹുലാണെങ്കിൽ പ്രതികരിക്കാതെ നോക്കി നിന്നേനെ. പക്ഷേ ഇത് കോഹ്ലിയാണ്. കോഹ്ലിയോട് ചൊറിഞ്ഞവനെ താരം വെറുതെ വിടാറില്ല. അപ്പോൾ ഇന്നത്തെ ബംഗ്ലാദേശിന്റെ പെരുമാറ്റത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.